മഹാരാഷ്ട്രയിൽ ബി.ജെ.പി നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയായേക്കുമെന്നാണ് സൂചന. എൻ.സി.പിയും ശിവസേനയും ഫഡ്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചുവെന്ന് ബി.ജെ.പി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയ്ക്കും എൻ.സി.പി നേതാവ് അജിത് പവാറിനും ഉപമുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചേക്കുമെന്നാണ് വിവരം. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച് ബി.ജെ.പി തങ്ങളുമായി യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നാണ് ശിവസേന വൃത്തങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങൾ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ലെന്നും നേതാക്കൾ പറയുന്നുണ്ട്. ഭരണ തുടർച്ച ലഭിച്ചപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം നിലനിർത്താനുള്ള ചരടുവലികൾ ഷിൻഡെ ആരംഭിച്ചിരുന്നു. എന്നാൽ ബി.ജെ.പി ഈ ആവശ്യം അംഗീകരിച്ചിട്ടില്ല. കൂടുതൽ മന്ത്രിസ്ഥാനവും നിർണായക വകുപ്പുകളും ഷിൻഡെ പക്ഷത്തെ അനുനയിപ്പിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. 10 മന്ത്രിസ്ഥാനങ്ങൾ എൻ.സി.പിക്ക് നൽകിയേക്കും. 43 അംഗ മന്ത്രിസഭയായിരിക്കും അധികാരത്തിലേറുക. 21 മന്ത്രിസ്ഥാനങ്ങൾ ബി.ജെ.പിക്കും ലഭിച്ചേക്കും. ആഭ്യന്തരം, ധനകാര്യം, നഗരവികസനം, റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ ബി.ജെ.പി നിലനിർത്തിയേക്കും. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഫഡ്നാവിസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അജിത് പവാർ എന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം തന്റെ വസതിയിൽ ചേർന്ന പുതിയ എം.എൽ.എമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയായി ഫഡ്നാവിസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചത്. ഷിൻഡെയും അജിത്തും തമ്മിൽ ഏറെ നാളുകളായി അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ 2019 ശിവസേന എൻ.സി.പിയും കോൺഗ്രസുമായി കൈകോർത്ത് സർക്കാർ രൂപീകരിച്ചതു മുതൽ ഇവർ തമ്മിൽ ശത്രുത ആരംഭിച്ചിരുന്നു. ഉദ്ധവ് താക്കറെ അജിത്തിന് കൂടുതൽ പരിഗണിച്ചതാണ് ഷിൻഡെയെ ചൊടിപ്പിച്ചത്. ശിവസേന പിളർത്തി ബി.ജെ.പിക്കൊപ്പം ഷിൻഡെ കൈകൊടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത്. പിന്നീട് അജിത് പവാർ ബി.ജെ.പി സഖ്യത്തിന്റെ ഭാഗമായപ്പോഴും അജിത്തും ഷിൻഡെയും തമ്മിലുള്ള പിണക്കം അതുപോലെ തന്നെ തുടർന്നു. ഈ സാഹചര്യത്തിൽ വീണ്ടും ഷിൻഡെ മുഖ്യമന്ത്രിയായാൽ അത് തനിക്ക് തിരിച്ചടിയായേക്കുമെന്ന ആശങ്ക അജിത് പവാറിനുണ്ട്. ഇതോടെയാണ് അദ്ദേഹം ഫഡ്നാവിസിനെ പിന്തുണച്ചതെന്നാണ് വിവരം. എന്തായാലും ബി.ജെ.പി ദേശീയ നേതൃത്വം എൻ.സി.പിയെയും ശിവസേനയെയും ഉൾപ്പെടുത്തി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ യോഗത്തിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. അതേസമയം മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏക സിറ്റിംഗ് സീറ്റ് നിലനിർത്തി CPM കരുത്തു കാണിച്ചത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ദഹാനുവിൽ നിലവിൽ എം.എൽ.എയായ വിനോദ് നിക്കോളെ 5133 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പിയുടെ നേതാവ് വിനോദ് സുരേഷിനെയാണ് പരാജയപ്പെടുത്തിയത്. CPM സ്ഥാനാർത്ഥിക്ക് 1,04,702 വോട്ട് ലഭിച്ചപ്പോൾ 99,569 വോട്ടുകളാണ് ബി.ജെ.പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. CPM-ഉം ബി.ജെ.പിയും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ ബി.ജെ.പിക്കായിരുന്നു ലീഡെങ്കിലും അവസാന ഘട്ടങ്ങളിൽ CPM വ്യക്തമായ മുന്നേറ്റം നടത്തുകയായിരുന്നു. സിറ്റിംഗ് സീറ്റ് നിലനിർത്താനായി ശക്തമായ പ്രവർത്തനമാണ് ബി.ജെ.പി കാഴ്ചവെച്ചത്. ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മണ്ഡലത്തിലെ പ്രചരണത്തിൽ സജീവമായിരുന്നു. 1978, 2009 വർഷങ്ങളിൽ പാർട്ടി വിജയിച്ച മണ്ഡലം ഒരു ഇടവേളയ്ക്ക് ശേഷം 2019 CPM തിരികെ പിടിക്കുകയായിരുന്നു. ബി.ജെ.പി സ്ഥാനാർത്ഥിക്കെതിരെ 4,707 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കർഷക നേതാവായ വിനോദ് നോക്കളയുടെ വിജയം. CPM വിജയം പ്രതീക്ഷിച്ചിരുന്ന മറ്റൊരു മണ്ഡലമായിരുന്നു കൽവാൻ. 2014 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലം പിടിച്ചെടുത്ത ജീവ പാണ്ഡു ഗാവിത് ഇവിടെ ഇത്തവണയും മത്സരിച്ചിരുന്നു. കർഷക നേതാവായ അദ്ദേഹം മേഖലയിലെ ജനപ്രിയനുമാണ്. കഴിഞ്ഞ തവണ 6,596 വോട്ടിന് എൻ.സി.പിയിലെ നിതിൻ അർജുൻ പവാറിനോട് പരാജയപ്പെട്ടെങ്കിലും ഇത്തവണ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പിയുടെയും ശിവസേനയുടെയും പിന്തുണ വിജയത്തിലേക്ക് എത്തിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ കൽവാൻ 8,519 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൻ.സി.പി സ്ഥാനാർത്ഥി നിതിൻ അർജുൻ പവാർ നിലനിർത്തുകയായിരുന്നു.